ഇന്ത്യയിൽ ഉള്ളിവില സാധാരണയിൽ കവിഞ്ഞും ഉയർന്നു അതായത് ദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഉപഭോക്തൃ വിലകൾ തന്നെ ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഉള്ളിക്ക് ദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നാം പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ഓർക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവെയും നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സവാള അല്ലെങ്കിൽ ഉള്ളി എന്ന് പറഞ്ഞാല് അത് വലിയ പിന്നെ നിർഭരമായ ഒരു ഉൽപ്പന്നമാണ്. അതായത് ഉള്ളിയും ദാലും ഇതാണ് ഏറ്റവും പരമദരിദ്രരുടെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള് ലക്ഷ്യമനുസരിച്ച് 2030 ആവുമ്പോഴത്തേക്കും ദാരിദ്ര്യം പട്ടിണി ഇല്ലാതെയാക്കണം, അതുപോലെ തന്നെ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കണം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ബഹുദൂരം മുന്നേറാനുണ്ട്. അപ്പം ഉള്ളി, ദാല് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പോഷകാഹാരമായെന്ന് വേണം പറയാൻ. ഉള്ളി ഇല്ലാതെ വന്നാലോ പറയാനുമില്ല. നമ്മുടെ ശ്രീ AK ആന്റണി സിവിൽ സപ്ലൈസ് മന്ത്രി, കേന്ദ്രത്തിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന 1980കളിൽ ഉള്ളി വില വർദ്ധിക്കുകയും ഉള്ളിയുടെ സ്കേഴ്സിറ്റി കാരണം ഉള്ളി വില വർദ്ധിക്കുന്നു, ഇമ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വരുന്നു എന്ന് കണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. അത്ര പ്രധാനപ്പെട്ടതാണ് ഉള്ളിവില ഇന്ത്യയിൽ. അത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഉള്ളിയുടെ എക്സ്പോർട്ട് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ എക്സ്പോർട്ട് നിരോധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങൾ, ദേശീയ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തോതിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ ഇടപെട്ട് തന്നെ ഉള്ളിയുടെ കയറ്റുമതിക്ക് ഇന്ത്യയിൽ നിന്ന് നടക്കുന്നു എന്നുള്ളതാണ്. അതായത് എക്സ്പോർട്ട് ബാൻ ഒരു വശത്ത് നിലനിൽക്കുന്നു, അതേ സമയത്ത് 12 രൂപ മുതൽ 15 രൂപ വരെ 1 കിലോഗ്രാമിന് വില കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് ഉള്ളി വാങ്ങുന്നു. ഉള്ളി വാങ്ങി, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ അതായത് കമേഴ്ഷ്യൽ മിനിസ്ട്രിയുടെ, കാർഷിക മന്ത്രാലയത്തിന്റെ, അതുപോലെ തന്നെ സഹകരണ മന്ത്രാലയത്തിന്റെയും അനുമതിയോടുകൂടി ഉള്ളി വിപണിയിൽ ഇടപെട്ട് 12 മുതൽ 15 രൂപ വരെ 1 കിലോഗ്രാമിന് വില നൽകി വാങ്ങുന്നു. അങ്ങനെ വാങ്ങിയ ആ ഉള്ളി UAE-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടേഴ്സ് ആരാണ്? അവിടുത്തെ ഗവൺമെന്റ് അല്ല ഇമ്പോർട്ടേഴ്സ്, സ്വകാര്യ കമ്പനികളാണ് അവിടുത്തെ ഇമ്പോർട്ടേഴ്സ്. അപ്പൊ ഇത് നയതന്ത്ര ചാനൽ വഴിയുള്ള എക്സ്പോർട്ടാണ് എന്നാണ് ഇന്ത്യയിൽ ഗവൺമെന്റ് നൽകുന്ന ഉത്തരം. നയതന്ത്ര ചാനൽ വഴിയുള്ള കയറ്റുമതി എന്നാണ് പറയുന്നത്. നയതന്ത്ര ചാനൽ വഴിയുള്ള കയറ്റുമതി ഉൽപ്പന്നം വാങ്ങുന്നതോ അവിടുത്തെ സ്വകാര്യ കമ്പനികൾ, UAE-യിലെ സ്വകാര്യ കമ്പനികൾ. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, സാധാരണ ഉള്ളിവില നോർമൽ വിലയിൽ നിൽക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ 300 മുതൽ $500 വരെയാണ് ഒരു ടൺ ഉള്ളിയുടെ അന്താരാഷ്ട്ര വില. $300 $500 ഇടയ്ക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ $1500 ഒരു ടൺ ഉള്ളിയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ. അപ്പോഴാണ് അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചിരിക്കുന്ന ഉള്ളി $300 മുതൽ $500 വരെ വിലയ്ക്കാണ് ഇന്ത്യയിൽ നിന്ന് ഉള്ളി കയറ്റി അയച്ചിരിക്കുന്നത്. ഓർമ്മിക്കണം, അതേ ഉള്ളിക്ക് അന്താരാഷ്ട്ര വിപണിയിൽ $1500 വില. അപ്പോ നമ്മുടെ കർഷകരെ നക്കാപ്പീച്ച വില കൊടുത്ത് 12 മുതൽ 15 രൂപ വരെ പെർ കിലോഗ്രാം അങ്ങനെ വില കൊടുത്ത് മേടിച്ച്, അതായത് $300 $500 ഇടയ്ക്ക് ഒരു ടണ്ണിനെന്ന് വെച്ചോളൂ, അങ്ങനെ വില കുറച്ച് വാങ്ങിച്ചിട്ട് $1500 ഒരു ടണ്ണിന് വിലയ്ക്കാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകം ഈ ദേശീയ ദിനപത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകം കൊണ്ട് തന്നെ ഈ കമ്പനികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ 300 കോടിയിലധികം ലാഭം കൊയ്തിരിക്കുന്നു. 14,400 ടൺ കയറ്റി അയക്കാനുള്ള എഗ്രിമെന്റിലാണ് നയതന്ത്ര ചാനലിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ട് അതിൽ നിന്ന്
3300 ടൺ 3600 ടൺ ഈ തരത്തില് കയറ്റി അയച്ചു കഴിഞ്ഞു. ഇനിയും 10000 ടൺ കൂടിയാണ് കയറ്റി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയധികം, അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും 1000 കോടി രൂപ വരെ ഈ ഇവിടെ നിന്ന് വാങ്ങുന്ന അന്താരാഷ്ട്ര പ്രൈവറ്റ് കമ്പനികളുടെ ലാഭം ഇപ്പൊ ഓൾറെഡി 300 കോടി അവർക്ക് ലാഭം കിട്ടിയതായി ഈ ദേശീയ ന്യൂസ് പേപ്പർ പുറത്തു കൊണ്ടുവരുന്നു. ഇനി 1000 കോടി വരെ അവരുടെ ലാഭം ഉയരാമെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കർഷകന് കിട്ടിയത് 12 രൂപ മുതൽ 15 രൂപ വരെയാണ്. ഈ കയറ്റി അയക്കാനുള്ളത് മുഴുവനും അവർ പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇത്തരമുള്ള എക്സ്പോർട്ടേഴ്സിന്, കാരണം അത് ഗവൺമെന്റ് തന്നെയാണല്ലോ അതിന്റെ എക്സ്പോർട്ടിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷകനെ പിറ്റൻസിന് വിൽക്കുന്നത് എന്നാണ് നാം അന്വേഷിക്കേണ്ടത്. അതായത് ശ്രീ AK ആന്റണി ഒരു തരത്തിലും ഇതിൽ ഇൻവോൾവ് ആകാതിരുന്നിട്ടാണ് ഉള്ളിയുടെ വില വർദ്ധിക്കുന്നു എന്ന് കണ്ട്, വരാനിരിക്കുന്ന ദുസ്ഥിതി മനസ്സിൽ കണ്ടുകൊണ്ട് എക്സ്പോർട്ടൊക്കെ ബാൻ ചെയ്താണ് അദ്ദേഹം ആ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന് തയ്യാറായ ഒരു മന്ത്രി, ഒരു കോൺഗ്രസ് മന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ എന്നിരിക്കെ എല്ലാ തരത്തിലും എല്ലാ രാഷ്ട്രീയക്കാരുടെ നേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തിരിച്ചുവിട്ട് അവരെല്ലാം അഴിമതിക്കാരാണ്, എല്ലാ എതിർ പാർട്ടിക്കാരും അഴിമതിക്കാരാണ് എന്ന് മുദ്ര കുത്തുന്ന ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ വലിയ അഴിമതി, അതായത് ഇന്ത്യയെ പോഷകാഹാര ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക, അതായത് ദാലും ഉള്ളിയും ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരന് ജീവിതമില്ല, അതറിയാവുന്ന ഗവൺമെന്റ് ആണ് ഈ തരത്തില് ദാലിന്റെ വില ഉള്ളിയുടെ വില കുറച്ച് കർഷകർക്ക് 12 മുതൽ 15 രൂപ വരെ കൊടുത്ത് വാങ്ങിയിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ അത് അതായത് ഒരു ടണ്ണിന് 300 മുതൽ 500 ഡോളർ വരെ വില കൊടുത്തിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ 1500 വിലയ്ക്ക് 1500 വിലയ്ക്ക് അത് വിറ്റുപോകുന്ന ഒരവസ്ഥ. അങ്ങനെ UAE കമ്പനികളെ ലാഭം കൊയ്യാൻ അനുവദിക്കുന്നു, ഇന്ത്യയിലെ ഉൽപാദകരെ നിർധനാവസ്ഥയിലേക്ക്, കടക്കണിയിലേക്ക് തള്ളിവിടുന്നു. അതാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ആരും തയ്യാറാക്കാത്തത് എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. അതായത് AK ആന്റണി റിസൈൻ ചെയ്ത സമയത്ത് ഇന്ത്യൻ ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിന്റെ ചക്രങ്ങൾ വഴിതെറ്റിപ്പോയിരുന്നില്ല. ഇന്ന് ഇന്ത്യൻ ഡെമോക്രസിയുടെ ചക്രങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. മാത്രവുമല്ല, ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നു, അതുപോലെ നടപ്പാക്കുന്നു. അതായത് ജനക്ഷേമകരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഉറപ്പ് നൽകി കടന്നു വന്ന ഗവൺമെന്റാണ് ജനദ്രോഹപരമായ നടപടികളിലൂടെ ജനങ്ങളെ വഞ്ചിക്കുന്നു, അട്ടിമറിക്കുന്നു, ഭരണം സ്വയം അട്ടിമറിക്കുന്നു. ഇത്തരം സാഹചര്യത്തില് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഇന്ത്യയെ ഭരിക്കുന്നത് വിദേശചാരന്മാരാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കൊടും ക്രൂരത ഇവിടെ സംഭവിക്കുന്നത്? അതായത് കർഷകരെ വിദേശ വ്യാപാര കുത്തകകൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ ധൃതരാഷ്ട്ര ആലിംഗനത്തിൽ ഞെരിഞ്ഞമരുകയാണ് ഇന്ത്യയിലെ ഉള്ളി കർഷകരും ഉള്ളി ഉപഭോക്താക്കളും.